ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ചാമുണ്ടി ഹിൽസൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഉച്ചയായി കേട്ടോ. നല്ല വെയിൽ, നല്ല ചൂടുള്ള സമയമാണ്. പക്ഷെ ഞങ്ങളിന്ന് മൈസൂരിൽ നിന്ന് തിരിച്ച് വരേണ്ടതുകൊണ്ട് ഇന്ന് തന്നെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പോകാമെന്ന് കരുതി നേരെ ഞങ്ങൾ വരുണ തടാകം കാണാനായിട്ട് പോയി. ബോട്ടിംഗ് പ്രേമികളുടെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ വരുണ ലേക്ക്. ഒരുപാട് റൈഡുകൾ നമുക്ക് അവർ ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. ലേക്ക് റാഫ്റ്റിംഗ്, ബമ്പർ റൈഡ്, സോഫ റൈഡ്, ജെറ്റ് സ്കീ, കയാക്കിംഗ്, വാട്ടർ ട്രാംപോളിംഗ്, സ്പീഡ് ബോട്ട്, ബനാന റൈഡ്, പെഡൽ ബോട്ട്, അങ്ങനെ ഒരുപാട് റൈഡുകൾ നമുക്കുണ്ട്. ഓരോന്നിൻ്റെയും സമയം, ഓരോന്നിൻ്റെയും റേറ്റ് എല്ലാം അവർ വിശദമായി കൊടുത്ത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ കുട്ടികളായിട്ട് പോയത് കൊണ്ട് തന്നെ ഞങ്ങൾ സ്പീഡ് ബോട്ടാട്ടോ സെലക്ട് ചെയ്തത്. ഇവിടുത്തെ ടൈമിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. അതുപോലെ തന്നെ ഇവിടെ പ്രീ വെഡിങ് ഷൂട്ടിന് എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്ക് അവിടെ 2 വെഡിങ് ഷൂട്ടുകൾ നടക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. മൈസൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററോളം ഇവിടെ എത്താനായിട്ട് എടുക്കുന്നുണ്ട്. എന്തായാലും ഈവനിങ് ടൈമാണെങ്കിൽ കുറച്ചുകൂടെ നല്ല വൈബായിരിക്കും. ഉച്ച സമയമായതുകൊണ്ട് കിട്ടിയ ആകെ ഒരു അഡ്വാൻറ്റേജ് തിരക്കില്ല എന്നുള്ളത് മാത്രമാണ്. എന്തായാലും നല്ല വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് സ്പീഡ് ബോട്ടിങ്ങിനായിട്ട് റെഡി ആയിട്ടുണ്ട്. മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. വെയിലാണെങ്കിൽ പോലും നമ്മൾ സ്പീഡ് ബോട്ടിങ്ങൊക്കെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് നേരെ സ്പീഡ് ബോട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ പിന്നെ ഒരുപാട് പക്ഷികളെ കണ്ടു കേട്ടോ. ഇഷ്ടം പോലെ പക്ഷികളുണ്ട് ഇവിടെ.
എത്ര വെയിലാണേലും മക്കൾസ് രണ്ടുപേരും ഹാപ്പിയാണ്. അവർക്ക് സ്പീഡ് ബോട്ടിംഗ് ഒക്കെ വളരെ ഇഷ്ടമായി. യങ്സ്റ്റേഴ്സൊക്കെ വരികയാണെങ്കിൽ മറ്റ് പാക്കേജസാണ് അവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുക. കയാക്കിംഗ്, വാട്ടർ ട്രാംപോളിൻ, പെഡൽ ബോട്ടിംഗ്, ബനാന റൈഡ്, സോഫ റൈഡ്, മറ്റു റൈഡ്സൊക്കെയാണ് കുറച്ചുകൂടെ സമയം അവർക്ക് സ്പെൻഡ് ചെയ്യാനും എൻജോയ് ചെയ്യാനും പറ്റുന്ന ഈ മറ്റു റൈഡ്സൊക്കെയാണ്. നമ്മൾ ഈ കുഞ്ഞു കുട്ടികളൊക്കെ ആയി വന്നതുകൊണ്ട് സ്പീഡ് ബോട്ട് ചൂസ് ചെയ്തു എന്ന് മാത്രം. അതുപോലെ തന്നെ അതിനകത്തൊരു കുഞ്ഞു കഫേ ഉണ്ട്, ഡ്രസ് ചേഞ്ചിങ് റൂമുണ്ട്, റെസ്റ്റ് ചെയ്യാനുള്ള ഒരു റൂമുണ്ട്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ ഫെസിലിറ്റീസും അവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് മൈസൂർ വന്നു കഴിഞ്ഞാൽ. എന്തായാലും ഈവനിങ് ടൈം പ്രിഫർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്തായാലും എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ബൈ.